നിക്ക് നിഷ, പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നിഷ, പ്ലീസ് നിഷ. അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാ. അതിനുവേണ്ടി ഒരു ബൈ പറഞ്ഞു പോയാൽ എങ്ങനെയാ? എന്നോട് നീ സംസാരിക്കില്ലേ? പ്ലീസ് എന്തെങ്കിലും പറയ നിഷ. നിഷ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മീ. നിഷ. തല്ലിട്ടതിന്റെ കുഴപ്പം തിണ്ടി. നിഷ, സോറി നിഷ, പ്ലീസ് മനസ്സിലാക്ക്. നിഷ, വിട്. ഇനി നിന്നെ ശല്യപ്പെടുത്താൻ വന്നാലുണ്ടല്ലോ എന്റെ സ്വഭാവം മാറും. ഇതാണ് ഞാൻ നിനക്ക് തരുന്ന ലാസ്റ്റ് വാർണിംഗ്. നല്ല സമയം. ഇനി ഏവനെങ്കിലും ഇതേക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയ അത് കാര്യാക്കണ്ട. അവനെന്തോ കുടിച്ചിട്ട് ബോധമില്ലാതെ ചെയ്തതാ. ഇതിന് നീ എന്തിനാണ് ദേഷ്യപ്പെടുന്നത്? വിടറാ, വിട്ടേക്ക്. എന്താടാ? ഹലോ 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 ഡോക്ടർ. ഡോക്ടറോ? റോങ് നമ്പറാ. അയ്യോ എനിക്ക് വയ്യേ അമ്മേ, എനിക്ക് വയ്യ. ഹലോ 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 ഹലോ, പ്ലീസ് സംസാരിക്കൂ. ഹലോ, പ്ലീസ് ടോക്ക് ടു മീ. ഹലോ. സോറി, ഡോക്ടർ വിളിച്ചപ്പോ നമ്പർ മാറിപ്പോയതാ. ക്ഷമിക്കണം. അത് സാരമില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കെ. ഞാൻ നിങ്ങളെ സഹായിക്കാം. ആദ്യം നിങ്ങളുടെ അഡ്രസ് പറയും. എന്നെ വിളിച്ചു വരുത്തിയിട്ട് ഇങ്ങനെ മിണ്ടാതിരുന്നാൽ എന്താ അർത്ഥം? അന്ന് ഞാൻ തന്നെ ഒരുപാട് ഹേർട്ട് ചെയ്തു. ഇല്ല നിഷ, അങ്ങനൊന്നുമില്ല. അല്ലടാ, എന്നോട് ക്ഷമിക്കണം അശ്വിൻ. ഇല്ല നിഷ, അന്ന് നീ വരില്ല എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് കയറി വന്നപ്പോ എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ഞാൻ നിന്നെ കിസ് ചെയ്തിട്ടും നീ ഒന്നും പറയാതെയും കൂടി ആയപ്പോ അതുകൊണ്ടാ. നീയും നല്ല മൂഡിലാന്ന് വിചാരിച്ച ഞാൻ അങ്ങനെ ചെയ്തത്. വാ, എങ്ങനെ ഉണ്ടായിരുന്നറിയോ? ഒരു രക്ഷയില്ല. നീ വന്ന റൂമിൽ വെച്ച് എനിക്ക് ഒരുപാട് കമ്പനി തന്നപ്പോ നിനക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് തോന്നി. അതുകൊണ്ട് അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ നല്ലൊരു മൂഡിൽ വന്നപ്പോഴാ ആ മൊബൈൽ എല്ലാം നശിപ്പിച്ചു. ശരി, നീ സംസാരിച്ചിട്ട് വരുന്നു വിചാരിച്ചപ്പോ ബൈയും പറഞ്ഞു പോകാൻ നോക്കി. അതാ ഞാൻ അത്രയും ടെൻഷനായത്, അറിയോ? ശരി, എന്തായാലും കല്യാണം കഴിഞ്ഞാലും ഇതൊക്കെ നമ്മൾ തമ്മിൽ നടക്കേണ്ട കാര്യം തന്നെയല്ലേ. അതുകൊണ്ടാ മുൻപേ തന്നെ ഒരു ട്രയൽ എടുക്കാമെന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. എന്താ, ഒന്ന് ജോസ് പ്രകാശ് ആവാൻ നോക്കി. എങ്കിലും നെക്സ്റ്റ് ടൈം സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം. എടാ പാവല്ലേ, ഞാൻ കാരണം ഒരുപാട് നീ വിഷമിച്ചെന്ന് വിചാരിച്ചപ്പോ വീണ്ടും നിന്റെ കൂടെ കിടക്കാൻ വിളിക്കുകയാണോ നീ എന്നെ? ഇപ്പൊ പോലും നിനക്ക് നീ ചെയ്ത തെറ്റിന് സോറി ചോദിക്കാൻ നിനക്ക് തോന്നിയില്ലല്ലോ. നിഷ, ഞാൻ പറയുന്നത്. സ്റ്റോപ്പ് അശ്വിൻ. നീ ഞാനും തമ്മില് എല്ലാം ഇന്നത്തോടുകൂടി കഴിഞ്ഞു. എന്റെ ലൈഫിൽ ഇനി ഒരിക്കലും നിന്നെ കാണാൻ വരില്ല. തെറ്റായ ഒരാളെ ഞാൻ ചൂസ് ചെയ്തത്. ബ്രേക്കപ്പ് അശ്വിൻ, ബൈ. ഇങ്ങനെ വലിച്ചു വലിച്ച് കൂമ്പുപാട്ടല്ലേ? നീ ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? അവന് കിട്ടിയ അടിക്ക് ഒരു ബണ്ടില് സിഗരറ്റ് അടിച്ചാലും അവന്റെ ദേഷ്യം തീരില്ല. ഞാൻ പറഞ്ഞ ശരിയല്ലേ? ആ, എന്തെങ്കിലും ഒന്ന് പറയടേ. കിട്ടിയ അടിയിലേ പല്ലെല്ലാം പോയെന്നാ തോന്നുന്നത്. ഡാ, ഒന്ന് നിർത്തടാ. ആഹാ, ആ അവൻ തന്നെയല്ലേ പറഞ്ഞത് കഴിവ് അതാണ് ഇതാണെന്നൊക്കെ. ഇപ്പൊ കണ്ടോ
കഴിവിപ്പോ എന്തൊക്കെയാ ഇവര് കൊടുത്തിരിക്കുന്നതെന്ന്. ഹ, ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ, നീ ഒരു കൊച്ചു പയ്യനാ, കുറച്ചുകൂടെ വളരണം, നിന്നെ കൊണ്ട് കഴിയില്ലെന്നൊക്കെ. പറഞ്ഞത് വല്ല കേട്ടോ? ഇല്ല. അതാ ചെപ്പക്കുറ്റിക്ക് നീര് കയറി ഇതാ ഇവിടെ വന്നിരിക്കുന്നത്. ഹ, നമ്മളില്ലാതെ എന്തെങ്കിലും നടക്കുവോ? ദാ, ഒന്ന് വെറുതെ ഇരിക്കണം. അവൻ തന്നെ വിഷമിച്ചിരിക്കുന്ന കണ്ടില്ലേ? എന്തോന്ന് കോപ്പിലെ ടെൻഷനാ? എന്നെ അടിച്ചപ്പോ എനിക്കും ടെൻഷൻ കേറിയതാ. എന്റെ സൈസിനേക്കാളും വലിയൊരു ഐഡിയ കൊടുത്തപ്പോ അത് നശിപ്പിച്ച് കൈ തന്നു. എനിക്ക് എത്രമാത്രം ടെൻഷനായെന്ന് അറിയാമോ? എന്തിന്? നിന്റെ അടുത്ത് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതിയെന്ന് ഞങ്ങളോട് തന്നെ പറയുമ്പോ ഞങ്ങൾക്ക് എന്തുമാത്രം ടെൻഷൻ ആയെന്നറിയാവോ? ദാ, കഴിഞ്ഞു പോയതൊക്കെ ഇപ്പൊ എന്തിനാടാ സംസാരിക്കുന്നത്? നിനക്ക് വേണമെങ്കിൽ അവൻ വാങ്ങിച്ചു തരുന്ന മൂന്നിട്ട് മിണ്ടാതിരിക്കാം. പക്ഷെ ഞങ്ങൾക്കതിന് പറ്റില്ല. അതെ, ഉം. കൊച്ചു ചെക്കൻ നമ്മളെയൊക്കെ നാണം കെടുത്തും പിന്നെ അടിക്കും. എല്ലാം സഹിച്ചങ്ങ് വെറുതെ ഇരിക്കാൻ പറയണോ? കള്ളക്കഴുവേ. ഇനി ഒരു തവണ കൂടി അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ അതോടെ കഴിയുമല്ലോ. ദാ, ഞാനും നോക്കിക്കൊണ്ടിരിക്ക. വെറുതെ വെറുതെ എന്റെ സുഹൃത്തിനെ അടിക്കുന്നു വരട്ടുന്നു. അടിക്കടാ. അടിക്കടാ. അടി. അടിക്കണേ. കോടിച്ചേട്ടാ. നിനക്ക് അത്രയ്ക്ക് ധൈര്യം? ഉപദേശം തന്നെ ഞങ്ങളെ നീ കോടിച്ചേട്ടാ. ഇത് കൂട്ടുകാരല്ലേ? മുഖത്തിട്ട് കൊടുക്കണമുണ്ട്. അങ്ങനെ തന്നെ. ഇതുകൊണ്ടൊന്നും ഒന്നും ആയിരടാ. കളി വാ, നമുക്ക് പോവാം. ഹലോ. ഞാൻ ലതയെ സംസാരിക്കുന്നേ. പറയൂ. നന്ദി പറയാൻ വേണ്ടിയാ വിളിച്ചത്. അത് സാരല്ല. 2 ദിവസത്തിനകം ശരിയാകുമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. പേടിക്കാനൊന്നുമില്ലെന്നും പറഞ്ഞു. ഓക്കെ. വേറെന്തെങ്കിലും? ഒന്നുമില്ല, ഇത് പറയാനാ വിളിച്ചത്. എന്നാ ഓക്കെ. ഞാൻ ഫോൺ വെച്ചേക്കട്ടെ. ആ, വച്ചേക്കൂ. പറയൂ. ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ദേഷ്യപ്പെടില്ലല്ലോ? ഇല്ല, എന്താന്ന് ചോദിച്ചോളൂ. നിങ്ങളുടെ പേരെന്താ? ഇതായിരുന്നോ പേര്? അശ്വിൻ. ശരി, പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് വേറൊരു കാര്യമായിരുന്നു. വേറെ എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളിപ്പോ സംസാരിക്കുന്നുണ്ടോ അതോ ഞാൻ ഫോൺ കട്ട് ചെയ്യണോ? നിങ്ങളെന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? മനസ്സിലായില്ല. അല്ല, ആദ്യം ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോ നന്നായി സംസാരിച്ചതാണല്ലോ. ഡോക്ടറിനെ വിളിച്ച് എന്നെ സഹായിക്കുകയും ചെയ്തു. അതിനുശേഷം നന്ദി പറയാൻ വിളിച്ചപ്പോ വല്ലാതെ സങ്കടപ്പെട്ട് സംസാരിച്ചിരുന്നു. ഇപ്പൊ ദേഷ്യം അറിയാനുണ്ട്. അതെന്താ? അങ്ങനെ ഒന്നുമില്ല, എനിക്കൊരു പ്രശ്നമില്ല. എന്താ? എന്നോട് പറയാൻ പാടില്ലേ? എനിക്കൊരാവശ്യം വന്നപ്പോ എന്നെ സഹായിച്ചു. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുമ്പോ ഞാൻ സഹായിച്ചൂടെ? ഫ്രണ്ട്സുമായിട്ട് ചെറിയ പ്രശ്നം ഉണ്ടായി. എന്തു പറ്റി? വെള്ളം അടിച്ചോണ്ടിരുന്നപ്പോ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായതാ.
അപ്പൊ വെള്ളമടിയൊക്കെ ഉണ്ടല്ലേ? കുറച്ചു നാളായി തുടങ്ങിയിട്ട്. അങ്ങനെ വെള്ളമടിക്കൊന്നും അരുത്, ശരീരത്തിന് കേടാ. ഇതുപോലെ തെറ്റായ കൂട്ടുകെട്ടൊക്കെ ഉണ്ടായ ഭാവി നമുക്ക് തന്നെ അത് ദോഷം ചെയ്യും. ആദ്യം ഈ മോശമായ കൂട്ടുകെട്ടൊക്കെ നിർത്തണം, അല്ലെങ്കിൽ അവര് നിങ്ങളെ കൊല്ലാനും മടിക്കില്ല. സുഹൃത്തുക്കളാണെങ്കിൽ ജീവൻ തരാൻ തയ്യാറാകണം, ജീവൻ എടുക്കരുത്. ശരി, നിങ്ങൾ എന്ത് ചെയ്യാനാ? പാവം, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇനി നടക്കാൻ പോകുന്ന എന്താന്ന് നോക്ക്. എന്നാ ഞാൻ വെക്കട്ടെ. വല്ലാതെ അടിച്ചോ അവര്? വേദനയുണ്ടോ? ഇല്ല, പ്രശ്നമൊന്നുമില്ല. ഉടനെ പോയി ഡോക്ടറെ കാണണം കേട്ടോ. ശരി. ആരോ വരുന്നുണ്ട്, ഞാൻ പിന്നെ സംസാരിക്കാം. ബൈ. ലതേ, ഹലോ. நான் சிரிச்சிடுறேன். വല്ലാതെ അടിച്ചോ അവര്? വേദനയുണ്ടോ? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ സഹായിച്ചൂടെ? ഹലോ, 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 സംസാരിക്കേ. ഹലോ, ഹലോ, ഹലോ. എന്താ ഫോൺ കട്ടായി പോയേ? സോറി, എന്റെ അടുത്ത് ബാലൻസ് ഇല്ല. അത് സാരല്ല, നീ ഇനി മിസ് കോൾ ചെയ്താ മതി, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. സോറി, ഇനി ഞാൻ സംസാരിക്കില്ല. അതെന്താ? എന്നോട് സംസാരിക്കുന്ന ഇഷ്ടമല്ലേ? പ്ലീസ് പ്ലീസ് സംസാരിക്ക്. നിന്നോട് സംസാരിക്കുമ്പോഴേ എനിക്ക് അല്പം ആശ്വാസവും റിലാക്സേഷനൊക്കെ ഉണ്ടാവുന്നത്. പ്ലീസ് ഒന്ന് സംസാരിച്ചൂടെ? ഹലോ, എന്താ? എന്തിനാ വെറുതെ ഫോൺ ചെയ്ത് ശല്യം ചെയ്യുന്നത്? എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? നിന്നോട് സംസാരിക്കണം എന്നല്ലേ പറഞ്ഞോളൂ. പ്ലീസ് സംസാരിക്ക്. പ്ലീസ് ഒന്ന് സംസാരിക്ക്. എന്തെങ്കിലും പറയ്. ശരി, പക്ഷേ ഒരു കണ്ടീഷൻ. പറഞ്ഞോളൂ. ഒരു ദിവസം ഒരിക്കൽ മാത്രം, അതും 5 മിനിറ്റ്. സമ്മതമാണോ? എന്താ മറുപടി ഇല്ലാത്തേ? ശരി.
അയ്യോ പ്രേതം. എന്താടാ? ഒരു പെണ്ണ് എന്നെ ഒരുപാട് ലവ് ടോർച്ചർ ചെയ്ത് കെട്ടിപ്പിടിക്കാനൊക്കെ വന്നപ്പോ ഞാൻ കരണക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുത്തു എന്നൊക്കെ പറഞ്ഞില്ലേ, ആ പെണ്ണിപ്പൊ മുന്നിൽ കൂടെ പോയി. ഛേ, എന്തിനാ നിന്നെ പോലുള്ള നല്ലവരെയൊക്കെ ഇതുപോലുള്ള പെണ്ണുങ്ങൾ ടോർച്ചർ ചെയ്യുന്നത്? എത്ര നാളെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫോണിൽ മാത്രം സംസാരിച്ചോണ്ടിരിക്കുക. നമുക്ക് നോക്കാം. എപ്പോഴും ഇങ്ങനെ തന്നെ പറയുന്നേ. നിനക്ക് നിന്റെ സമയമാകുമ്പോഴേക്കും എനിക്ക് എന്റെ കോളേജ് തുറക്കുന്ന തോന്നുന്നേ. ഒന്ന് ക്ഷമിക്കുന്നേ. ഇങ്ങനെ എത്ര നാളാന്ന് വെച്ചാ ഓരോന്നും പറഞ്ഞു പറഞ്ഞ് എന്നെ പറ്റിച്ചോണ്ടിരിക്കുന്നേ. ഇന്നൊരു ദിവസത്തേക്ക്. അപ്പോ നാളെ റെഡിയാ? യാ. നിങ്ങള് അശ്വിൻ. ആള് സുന്ദരിയായിരിക്കും ഞാൻ കരുതി, പക്ഷെ ഇത്രയ്ക്ക് സുന്ദരിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല. സുഖിപ്പിക്കില്ലേ? ആദ്യം കേറി വാ.